കാര്യത്തിൽ കിളിക്കുള്ള അടിപൊളി ഒരു പ്രൊമോ റിവ്യൂ വന്നിരിക്കുന്നുണ്ട്. ഒരു പൊന്നെ ഒരു രക്ഷയില്ല. നമ്മൾ നിധിയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സുഭാഷ് ചേട്ടൻ തിരിച്ച് വീട്ടിലൊക്കെ ചെല്ലുമ്പം നമ്മൾ സുധീഷൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിധിയെ കൊണ്ടുവന്നില്ലേ. സുധീഷ് പറയുന്നുണ്ട് എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ് സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സുധീഷാണെങ്കിൽ ഭയങ്കര കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഭയങ്കര വിഷമത്തേക്കൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നാണ് മക്കളെ നമ്മൾ അടിപൊളി ടെസ്റ്റുകൾ വരുന്നത്. സുധീഷാണെങ്കിൽ നമ്മൾ നിധിയുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ പോയി നിന്ന് സോറി എന്നൊക്കെയുള്ള ബലൂണൊക്കെ പറത്തിയൊക്കെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇമാതിരി പരിപാടിയും കാര്യങ്ങളൊന്നും വേണ്ട, ഇത് കണ്ടിട്ടൊന്നും ഞാൻ മയങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിധിയാണെങ്കിൽ നമ്മളെ സുധീഷിനെ അവിടെ നിന്ന് പറഞ്ഞൊക്കെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ഐ ആം സോറി, എനിക്ക് പറ്റിപ്പോയതാ, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ സുധീഷ് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നാണെങ്കിലും നമ്മളെ ഭാസ്കരനാണെങ്കിലും നമ്മളെ നിധിയെ കാണാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട് മോളെ എനിക്ക് പറ്റിയ തെറ്റാ, ഞാനാണ് അന്ന് സുധീഷ് അങ്ങനെ ചെയ്യാൻ കാരണം, ഞാൻ ആ കാരണക്കാരനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭാസ്കരനാണെങ്കിൽ തെറ്റ് നമ്മളെ നിധിയുടെ തേറ്റ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ നിധി എവിടെ പോകണമെങ്കിലും നമ്മളെ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയെ വിടാതെ തന്നെ നമ്മളെ നിധിയെ പിന്തുടർന്ന് പൊയ്ക്കൊണ്ടേ ഇരിക്കും കേട്ടോ. നമ്മൾ നിധിക്കാണെങ്കിൽ സഹി കിടുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ സുധീഷാണെങ്കിൽ നിധിയെ വിടത്തില്ലെന്നുള്ള ആ ഒറ്റ വാശിയിൽ തന്നെ നമ്മളെ നിധി എവിടെ പോയാലും നമ്മളെ നിധിയുടെ പിറക്കെ തന്നെ നമ്മളെ സുധീഷ് പൊയ്ക്കൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ രാത്രിയെന്നില്ല പകലെന്നില്ല നമ്മളെ നിധിയുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ ഐ ആം സോറി സോറി എന്നും പറഞ്ഞുകൊണ്ട് കാർഡിലും ബലൂണിലൊക്കെ എഴുതിയൊക്കെ ഓരോന്നൊക്കെ അവിടെ കുത്തി വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും നിധിയുടെ മനസ്സ് മാറുമല്ലോ. അങ്ങനെ നമ്മളാണെങ്കിൽ ദിവസം നമ്മൾ കിളിക്കുള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ഭാസ്കരനൊക്കെ ആണെങ്കിലും നിധി വരുന്ന കാണുമ്പോൾ നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധി നേരെയാണെങ്കിൽ നമ്മളെ സുധീഷിൻ്റെ റൂമിലോട്ടൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുധീഷ് അവിടെ കട്ടിലൊക്കെ കിടക്കുകയാണ്. അപ്പം നിധിയെ കാണുമ്പോൾ ഇനി ഇത് സ്വപ്നമാണോ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ തിരുമ്മിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി പറയുന്നുണ്ട് ഹലോ ഇത് ഞാൻ തന്നെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുധീഷിനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാതെ നമ്മളെ സുധീഷ് തല ഇറങ്ങിയൊക്കെ കട്ടിലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അടിപൊളി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് അടിപൊളി രംഗങ്ങൾ നമുക്ക് കാര്യത്തിൽ കിളിക്കൂടി കാണാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.